മനോഹരമായ പല ചെടികളും കാണാനത്ര സുന്ദരമാണെങ്കിലും ഉള്ളിൽ മാരകമായ വിഷം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവയാകാം. ഇത്തരത്തിൽ തൊടാനോ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുവാനോ പാടില്ലാത്ത നിരവധി ചെടികളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 7 ചെടികളെ നമുക്ക് പരിശോധിക്കാം. അതിൽ പ്രധാനപ്പെട്ടതാണ് അരളി. പൂന്തോട്ടങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന അരളിയുടെ എല്ലാ ഭാഗങ്ങളും വിഷമയമാണ്. അതിലടങ്ങിയിരിക്കുന്ന കാർഡിയക് ഗ്ലൈക്കോസൈഡുകൾ ഹൃദയമിടിപ്പിൽ വ്യതിയാനമുണ്ടാക്കുവാനും ഛർദിയിലേക്കും മരണത്തിലേക്ക് വരെ നയിക്കുവാനും കാരണമാകും. അരളിയുടെ കറ തൊടുന്നത് തൊലിപ്പുറത്ത് അലർജിയുമുണ്ടാക്കാം. മറ്റൊന്നാണ് ഏഞ്ചൽസ് ട്രംപറ്റ് എന്നറിയപ്പെടുന്ന മനോഹരമായ ഇതിന്റെ പൂക്കൾ ആരെയും ആകർഷിക്കും. എന്നാൽ ഇത് കഴിക്കുന്നത് മനോഭ്രാന്തിനും പക്ഷാഘാതത്തിനും മാരകമായ വിഷബാധയ്ക്കും കാരണമാകും. ചെടിയുമായുള്ള സമ്പർക്കം ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാക്കുവാനും സാധ്യതയുണ്ട്. അടുത്തതാണ് ഡെയിലി നൈറ്റ് ഷെയ്ഡ് അഥവാ ബെല്ലഡോണ. കാണാൻ ഭംഗിയുള്ള ഇതിന്റെ പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണെന്ന് തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന അട്രോപ്പിൻ, സ്കോപ്പോളമിൻ എന്നിവ കാഴ്ചശക്തിയെയും ശ്വസനത്തെയും നാഡീവ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കും. ചെറിയ സ്പർശനം പോലും ചർമ്മത്തിൽ പുകച്ചിലിന് കാരണമാകും. മറ്റൊന്നാണ് വിഷങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന അക്കോണൈറ്റ് അഥവാ മോങ്സ്വുഡ് എന്നറിയപ്പെടുന്ന ചെടിയുടെ പൂക്കൾ. നീല കലർന്ന വയലറ്റ് നിറത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഇതിലെ അക്കോണിറ്റൈൻ എന്ന വിഷം ചർമ്മത്തിലൂടെ ശരീരത്തിനുള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാം. ഇത് ഹൃദയമിടിപ്പിനെ ബാധിക്കുവാനും ശരീരത്തിന് തളർച്ചയുണ്ടാക്കുവാനും കാരണമാകും. മറ്റൊരു വിഷച്ചെടിയാണ് ആവണക്ക്. ആവണക്കിന്റെ വിത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന റിസിൻ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ വിഷങ്ങളിൽ ഒന്നാണ്. 1-2 വിത്തുകൾ അബദ്ധത്തിൽ കഴിച്ചാൽ പോലും മരണം സംഭവിക്കാം. ഇതിന്റെ കറ കണ്ണിലോ ചർമ്മത്തിലോ ആകുന്നത് അസ്വസ്ഥതയ്ക്ക് കാരണമാകും. മണിയുടെ ആകൃതിയിലുള്ള വർണ്ണാഭമായ പൂക്കളുള്ള ഫോക്സ് ക്ലൗ ഹൃദ്രോഗത്തിനുള്ള ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ടെങ്കിലും കൃത്യമായ അളവിൽ കൂടുതൽ ഉള്ളിൽ ചെന്നാൽ തലകറക്കം, ഛർദി, ഹൃദയസ്തംഭനം എന്നിവയ്ക്ക് കാരണമാകും. വീടിനുള്ളിൽ വളർത്തുന്ന സാധാരണമായ ഒരു അലങ്കാര ചെടിയാണ് ഡബ്കീൻ അല്ലെങ്കിൽ ഡീഫൻബാക്കിയ. ഇതിന്റെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റലുകൾ വായ്ക്കുള്ളിലോ ചർമ്മത്തിലോ തട്ടിയാൽ ശക്തമായ നീറ്റലും വീക്കവും ഉണ്ടാകും. ഇത് കഴിച്ചാൽ സംസാരശേഷി താൽക്കാലികമായി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാലാണ് ഇതിനെ ഡബ്കീൻ എന്ന് വിളിക്കുന്നത്. അതിനാൽ പരിചയമില്ലാത്ത ചെടികളെ തൊടാനോ അവയുടെ ഇലകളോ പഴങ്ങളോ പറിക്കുവാനോ കുട്ടികളെ അനുവദിക്കരുത്. അതോടൊപ്പം പൂന്തോട്ടം പരിപാലിക്കുമ്പോൾ കൈയുറകൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ ഇത്തരം വിഷച്ചെടികൾ അവരുടെ പരിസരത്ത് നിന്നും ഒഴിവാക്കുക. അബദ്ധത്തിൽ വിഷബാധയേറ്റാൽ ഉടൻ വൈദ്യസഹായം തേടുകയും പ്രാഥമിക ചികിത്സ എന്ന രീതിയിൽ ആ ഭാഗം ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകുകയും വേണം.